ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന റിവ്യൂയുടെ ബാലൻസ് നാളെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞ് നമ്മുടെ അനാമികയും അനിയും വീട്ടിലേക്ക് വരികയാണ്. അതിനുശേഷം ഉണ്ടാവുന്ന അനാമികയുടെ ആ ഒരു പകപോക്കൽ അതാണ് ഈ എപ്പിസോഡിൽ കൂടുതലായിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തമായിട്ട് കേൾക്കാം. അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനിയും അതുപോലെ തന്നെ നവ്യയും ആരതി ഒഴിയണ്ട എന്നുള്ള പിടിവാശിയോടുകൂടി നിൽക്കുന്ന അനാമികയാണ്. അപ്പോൾ അനാമികയുടെ അമ്മയും അതുപോലെ തന്നെ ചെറിയമ്മയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ആദർശ് അനാമികയുടെ അച്ഛനോട് പറയുന്നത്, ആരതി എൻ്റെ ഭാര്യ, അതായത് നയനിയും അതുപോലെ തന്നെ നവ്യയും തന്നെ ഒഴിയും, അതിലൊരു തെറ്റുമില്ല അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനാമികയുടെ അച്ഛൻ ചിന്തിക്കുന്നത്, ശരി തന്നെയാണ്. കാരണം ആ ഒരു ബ്ലേഡുകാരുടെ അടുത്തിൽ നിന്ന് പണം കൊടുക്കാനായിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് നയനയുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ആദർശ് ഇയാളെ രക്ഷിച്ചത്, അനാമികയുടെ അച്ഛനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമികയുടെ അച്ഛൻ പറയുകയാണ്, മോളെ അനാമിക അച്ഛൻ പറയുന്നത് കേൾക്ക്, എന്തായാലും നിൻ്റെ ചേടത്തി നയനയും നവ്യയും തന്നെ ആരതി ഒഴിയട്ടെ, അച്ഛൻ പറയുന്നത് നീ കേൾക്കൂന്ന് തന്നെയാണ് അച്ഛൻ്റെ വിശ്വാസം, മറുത്തൊന്നും പറയൂല അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് തന്നെ അനാമിക ഒന്ന് വാശി പിടിച്ച് നോക്കുന്നുണ്ട്. അല്ല അച്ഛൻ ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ തിരിച്ചൊന്നും പറയാനായിട്ട് സമ്മതിക്കുന്നില്ല അനാമികയോട്. ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അനാമികയും പറയുകയാണ്, എങ്കിൽ പിന്നെ ഇവർ തന്നെ ആരതി എടുത്തോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്, എങ്കിൽ പിന്നെ നയനി അതുപോലെ തന്നെ നവ്യ മക്കളെ നിങ്ങൾ രണ്ടുപേരും കൂടെ ആരതി ഒഴിഞ്ഞ് കയറ്റാൻ പറയുകയാണ്. അങ്ങനെ നവ്യ നയനയും കൂടെ ആരതി ഒഴിഞ്ഞ് നമ്മുടെ ഈ പെണ്ണിനെയും ചെറുക്കനെയും അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ അനാമികക്കാണെങ്കിൽ മുഖം ഒട്ടും തെളിഞ്ഞിട്ടില്ല, ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അനാമിക നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അകത്ത് ആരതി ഒഴിഞ്ഞ് കയറ്റിയതിന് ശേഷം അനാമികയ്ക്കും അതുപോലെ തന്നെ ഹനിക്കും പാലും പഴവും കൊടുക്കില്ലേ, അങ്ങനെ പാലും പഴവും കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, എടാ അനി ഇത് മുഴുവനായിട്ട് നീ തന്നെ തിന്നു തീർക്കരുത്, പാതി അനാമികക്കും കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ്, അല്ല ഇവരുടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റ് കുറിച്ചിട്ട് ഇന്നല്ല കിട്ടിയിരിക്കുന്നത്, നാളെയാണ് ശാന്തി മുഹൂർത്തം നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് ഒരു റൂമിൽ ഇന്ന് ആക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട അനാമികയ്ക്കും അനിക്കും ഭയങ്കര വിഷമം വരികയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, പാവം കുട്ടികൾ ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതായിരിക്കുള്ളൂ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇവരെ സങ്കടപ്പെടുത്താതിരിക്കാനായിട്ട് നമുക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ട് ഒരു പ്ലാൻ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയാണ്, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, നമുക്കെന്തായാലും ഇവർക്ക് എന്തായാലും ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഹാളിൽ പായ വിരിച്ചിട്ട് എല്ലാവർക്കും കൂടെ നിലത്ത് കിടക്കാം, ഇവരെയും കൂട്ടാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിലും ബോറടിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഓക്കെ ഞാനതിൽ തയ്യാറാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടുന്ന നമ്മുടെ ജലജ പറയാണ്, അയ്യോ നിലത്ത് കിടക്കാനോ, എനിക്ക് നിലത്ത് കിടക്കാനൊന്നും പറ്റില്ല, എനിക്ക് ശരീരവേദന ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുകയാണ്, പിന്നെ നിങ്ങൾ ജനിച്ചു വന്നപ്പോൾ തന്നെ നിങ്ങൾ ബെഡിലല്ലേ കിടന്നുകൊണ്ടിരുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയല്ലേ എന്ന് പറയാണ്. അങ്ങനെ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, അപ്പോൾ എന്തായാലും നമ്മുടെ നവ്യ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇന്ന് നിലത്ത് ഹാളിലാണ് കിടക്കാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമികയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ കട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കനകദുർഗയും അതുപോലെ തന്നെ ഗോവിന്ദനും റൂമിലേക്ക് വരുന്നത്. ഇവരെ കാണുന്നതും നന്ദു വേഗം തന്നെ കണ്ണൊക്കെ തുടച്ച് എഴുന്നേൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ വന്ന് നന്ദുവിനോട് പറയുകയാണ്, മോളെ എന്നോട് ക്ഷമിക്കും മോളെ, ഞാനാണ് ഇതിൽ തെറ്റ് ചെയ്തിരിക്കുന്നത്, മോൾക്ക് വരാൻ തീരെ ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാനാണ് മോളെ കൊണ്ട് അനിയുടെ കല്യാണത്തിന് പോയത്, അതെൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, മോളെ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് കേട്ടോ. അതുപോലെ തന്നെ കനകദുർഗയും പറയാണ്, മോളെല്ലാം മറക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദു പറയാണ്, അച്ഛൻ ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കരുത്, എനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ, ഞാൻ അതെല്ലാം മറന്നു, ഞാനെല്ലാം മറക്കും, ഇനി കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ കനകദുർഗ നമ്മുടെ നന്ദുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, മോളെ ഇത്രയും ചെറിയ പ്രായത്തിൽ നിനക്ക് ഇത്രയും മെച്ചോർഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അമ്മയോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, അമ്മ എന്തിനാണ് കരയുന്നത്, ഒന്നുമില്ല, ഇവിടെ കരയാൻ മാത്രം ഒന്നും തന്നെ നടന്നിട്ടില്ല, അമ്മ ഇതെല്ലാം മറന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരോടും പറയാണ്, നിങ്ങൾ എന്താണെന്ന് ചെയ്യാനുള്ളത് ചെയ്തോ, എന്നെ നോക്കിയിരിക്കേണ്ട, ഞാൻ ഓക്കെ ആവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് നന്ദു തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, ഞാനിവരോട് എല്ലാം ഓക്കെ ആവുന്നു, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇനി പഴയതുപോലെ എനിക്ക് ആവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു മനസ്സിൽ തന്നെ പറയുകയാണ്. അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് അനന്തപുരി തന്നെയാണ്. അപ്പോൾ അവിടെ നയന ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആരും കാണാതിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നയനെ കരയുന്നത്. അതുപോലെ തന്നെ ആരതി ഒഴിയണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ അനാമിക. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് നയനയ്ക്ക് സമാധാനം കിട്ടുന്നില്ല. നയന ഇങ്ങനെ ആരും കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ആദർശ് ആ വഴി പോകുന്നത്. ആദർശ് നയന ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് നയനയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നയനയോട് ചോദിക്കുകയാണ്, അല്ല നയന, നീ എന്തിനും ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടതും നയന പെട്ടെന്ന് കണ്ണൊക്കെ തുടക്കുകയാണ്. അല്ല ആദർശേട്ടാ, ഞാൻ ചിന്തിക്കായിരുന്നു ആദർശേട്ടാ, കാരണം അനാമിക വന്നതേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇനി പോകെ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. മാത്രമല്ല ചെറിയമ്മ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നു. ഇനി വലിയൊരു വഴക്ക് ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ വരുന്നുണ്ടോ അന്നൊക്കെ അപമാനിച്ചിട്ടേ അവരെ വിട്ടിട്ടുള്ളൂ. ഇതൊക്കെ എനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, നീ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ ആദർശിനെ കെട്ടിപ്പിടിച്ച് നയന കുറേ കരയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയന പറയുകയാണ്, ആദർശേട്ടാ, നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണ്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്നൊന്നുമില്ല. പക്ഷേ വീട്ടിലിരിക്കുന്ന എന്നെ പോലുള്ള സ്ത്രീകൾ അവർ നേരിടുന്നത് ഭയങ്കര വലിയ വിപത്ത് തന്നെയായിരിക്കുള്ളൂ. ഇനി അനാമികയും ചെറിയമ്മയും എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ആത്മാഭിമാനത്തിന് വരെ കളങ്കം പറ്റാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അതോർത്തിട്ട് നല്ല പേടിയുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ആ സീൻ അവിടെ കഴിയാണ് കേട്ടോ. അടുത്തൊരു സീനിൽ ഞാൻ വിട്ടുപോയതാണ്. ആ ഒരു സീനിൽ നമ്മുടെ നവ്യ നയനയോട് പറയുന്നുണ്ട്, എടി, ഈ അനാമിക വന്ന് കയറിയതേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ നമ്മളുമായിട്ട് പകപോക്കാൻ തുടങ്ങി. എന്തായാലും ഇത് നല്ല രീതിയിൽ പോകുന്നുള്ള ലക്ഷണമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങോട്ട് തരുന്നതിന് മുൻപായിട്ട് തിരിച്ചു കൊടുക്കുക തന്നെ വേണം, അവളെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നയന പറയണ, ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് നോക്കാം എന്ത് പ്രശ്നം വന്നാലും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഭാഗം, ഞാനിപ്പോൾ പറഞ്ഞ ഭാഗം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അനാമികയും അനിയും റൂമിലിരിക്കുകയാണ്. അപ്പോൾ അനി അനാമികയോട് പറയുകയാണ്, അപ്പോൾ ഇവർ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ അനാമികയോട് പറയുകയാണ്, ഇത്രയും ഗിഫ്റ്റ് നമുക്ക് കിട്ടിയെങ്കിലും അനാമിക, നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അനിയുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. അനാമിക ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അനി പറയേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇടത്തി തന്ന ഈ ഗിഫ്റ്റ് ഇല്ലേ, അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റാണ്. മാത്രമല്ല ഇടത്തിയാണെങ്കിൽ നമ്മൾ ശരിക്കും ആശീർവദിച്ചിട്ടുണ്ടാവും. ഇടത്തി എത്ര നിഷ്കളങ്കയാണ്. ഇടത്തി തന്നിരിക്കുന്ന ഈ ഗിഫ്റ്റ് നമുക്ക് ഇവിടെ തന്നെ തൂക്കിയിടാം. അപ്പോൾ ഇടത്തിനെ കാണിക്കുകയും ചെയ്യാം, ഇടത്തിക്കൊരു സർപ്രൈസ് ആവും, ഇടത്തിക്കും സന്തോഷമാവും. നീ എന്ത് പറയുന്നു അനാമിക എന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, അതിനെന്താ അനി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഈ ഗിഫ്റ്റിലോട്ട് രൂക്ഷമായിട്ട് നമ്മുടെ അനാമിക നോക്കുകയാണ്. ആ സമയത്ത് അനി പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ ചുറ്റികൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനി ചുറ്റികയും അതുപോലെ ആനയൊക്കെ എടുക്കാനായിട്ട് പോവാണ്. ഈ സമയത്ത് ഗിഫ്റ്റ് നോക്കിയിട്ട് അനാമിക പറയാണ്, എന്തായാലും ഇവളെ ഞാൻ ഇവിടെ നിന്ന് തുരത്തും, അതിനുള്ള ആദ്യപടി എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റിലേക്ക് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഈ സമയത്ത് അനിയാണെങ്കിൽ ചുറ്റികയും അതുപോലെ തന്നെ ആനയൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഗിഫ്റ്റ് തൂക്കിയിടാനായിട്ടാണ് കേട്ടോ. ആ ഒരു ഫ്രെയിമാണ്, ഫോട്ടോ ഫ്രെയിം, അത് തൂക്കിയിടാനായിട്ട് വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് തൂക്കാനായിട്ട് ആണിയടിച്ചിട്ട് അനാമികയോട് ചോദിക്കുകയാണ്. അനാമിക ആ ഒരു ഫ്രെയിമിങ് എടുക്കുമെന്ന് പറയാണ്. ആ ഫ്രെയിം അനാമിക എടുക്കുന്നതും അനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അനാമികയുടെ കയ്യിൽ നിന്ന് നിലത്ത് ഇടുകയാണ് അനാമിക. എന്നിട്ട് അനിയുടെ മുന്നിൽ കയ്യിൽ നിന്ന് വീണ് പോയതാണെന്ന് വരുത്തി തീർക്കുകയാണ്. എന്നിട്ട് അനാമിക ഇരുന്ന് കരയാണ് കേട്ടോ. അനി, ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ അത് ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അനി പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, നീ മനസ്സറിഞ്ഞ് ചെയ്തതൊന്നും അല്ലല്ലോ, അങ്ങനെ സംഭവിച്ചു പോയതല്ലേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. എന്തായാലും ഇടത്തിന് ഇത് കാണിക്കണ്ട, ഞാൻ എന്തായാലും ഇതിന് രണ്ടാമതൊരു ഫ്രെയിമൊക്കെ ഇട്ടിട്ട് തൂക്കാം, അതുവരെ നീ ഇത് ഇടത്തി കാണാതെ മാറ്റി വെച്ചേക്കണം എന്ന് പറയാണ്. അനാമികയും പറയാണ്, ശരി അനി, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറയാണ്. എന്നിട്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ പറയാണ്, എന്ത് തന്നെയാണെങ്കിലും
എടി ഞാൻ നിന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, നീ ഇവിടെ ഉള്ളിടത്തോളം എനിക്ക് സമാധാനം ഉണ്ടാവില്ല നയനെ, നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കുക, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ആദ്യ പടി ഇതാടി, നിനക്കുള്ളത് തന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണമെന്നും ഏത് ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഇവിടെ ഞാൻ സുഖമായിട്ട് വാഴ്ത്തൂലടി എന്നിങ്ങനെ അനാമിക മനസ്സിൽ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അനിയുടെ മുന്നിൽ വിഷമഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം അങ്ങനെ കഴിയാണ്. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നയനയാണെങ്കിൽ എല്ലാവർക്കും പായസമാണെന്ന് തോന്നുന്നു അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞവർ വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും സന്തോഷത്തോടുകൂടി എടുക്കുന്നുണ്ട്. ദേവയാനിക്ക് കൊടുക്കുമ്പോൾ ദേവയാനി പറയും എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. ജലജയും പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. ചെറിയമ്മ പായസം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ട എന്ന് തന്നെ ചെറിയമ്മ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നയനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ അനിക്ക് കൊടുക്കുന്നുണ്ട് പായസം. അനിയാണെങ്കിൽ താങ്ക് യു എടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അനാമികയ്ക്കും അടുത്തതായിട്ട് നയന കൊടുക്കുകയാണ്. ഇത് കൊടുത്തതും അനാമിക നയനയുടെ കയ്യിൽ നിന്ന് ആ പായസം മേടിച്ചിട്ട് ആ പായസം നിലത്തേക്ക് അങ്ങ് വെക്കുകയാണ്. എന്നിട്ടത് നീക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുഖത്താണെങ്കിൽ ഭയങ്കര രൂക്ഷഭാവവും ഉണ്ട്. അപ്പം നയനയ്ക്ക് മനസ്സിലായി അത് കഴിക്കാനായിട്ട് വേണ്ടിയിട്ടല്ല, മാറ്റി വെച്ചിരിക്കുകയാണ്, ആരോ ബോധിപ്പിക്കാൻ വേണ്ടി എടുത്തതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നയനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അനിക്കും കാര്യം പിടികിട്ടുകയാണ്. അനിക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ്. എന്നാലും അനി ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനാമികയുടെ അമ്മയും അച്ഛനും അനന്തപുരിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് മുത്തശ്ശിയോടും പറയുകയാണ്, എനിക്ക് നല്ല വിഷമമുണ്ട്, അത് മാത്രമല്ല എനിക്ക് നല്ല പേടിയുണ്ട് അവളോട് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാനായിട്ട്. കാരണം അനന്തപുരിയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ, മാത്രമല്ല 2 ചേട്ടത്തിമാർ അവരും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേടി എനിക്കുണ്ടെന്ന് പറയുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും യാതൊരു തരത്തിലും നിങ്ങൾക്ക് പേടി വേണ്ട, ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ അനന്തപുരിയിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് വന്നു കയറിയ മരുമക്കൾ ഇപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറവുമില്ല അനാമിക ഇവിടെ കഴിയുമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. പോകുന്ന പോക്കിന് നമ്മുടെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അനാമികയുടെ മനസ്സിൽ മറ്റൊരു വിഷമാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പത്തരമാറ്റിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് എല്ലാ ദിവസവും നമ്മൾ ഓരോരോ വീഡിയോ വെച്ചിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വരാൻ പോകുന്ന ഓരോരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിലെ സന്ദർഭങ്ങൾ ചെറിയ രീതിയിൽ മാറും, കഥ ഒരുപോലൊക്കെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്, ഹിന്ദി മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന വേർഷൻ ആയതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ കഥ ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. കാരണം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ തേങ്ങ തലയിൽ ഉടയ്ക്കുന്ന ആ ഒരു കാര്യം, നമ്മുടെ ജലജയുടെ തലയിൽ തേങ്ങ ഉടയ്ക്കുന്ന കാര്യത്തിൽ തേങ്ങ ഉടച്ചു, അത് മലയാളത്തിൽ ഉടച്ചു, തമിഴിൽ ഉടച്ചു, ഹിന്ദിയിൽ ഉടച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സന്ദർഭത്തിന് വ്യത്യാസമുണ്ട്. അതായത് മലയാളത്തിലാണെങ്കിൽ നമ്മുടെ കനകദുർഗ അറിയാതെ ഉടയ്ക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ തമിഴിൽ വരുമ്പോൾ പൂജാരി പറഞ്ഞിട്ട് ഉടയ്ക്കുന്നത് പോലെയാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. കഥ ഏറെക്കുറെ ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടാറ്റാ.